ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നിലവിൽ സിവിൽ കോഡ് വിവേചനപരമാണെന്ന് രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് തോന്നുന്നു. അതിനാൽ ഒറ്റ സിവിൽ കോഡ് നടപ്പാക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു. കേരളത്തിലെ ഹിന്ദു വിഭാഗങ്ങളിൽ അച്ഛൻ്റെ സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കുന്നത് അനുവദനീയമാണ്. എന്നാൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇത് തെറ്റാണ്. മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കുന്ന സംവിധാനം നിർത്തലാക്കാൻ നരേന്ദ്രമോദിയുടെ സിവിൽ കോഡിന് കഴിയുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്ത് ന്യായീകരണം പറഞ്ഞാവും ഈ സമ്പ്രദായം നരേന്ദ്രമോദി നിർത്തലാക്കുന്നത്? ഇത് വളരെ ചെറുതായ ഒരു വിഷയമാണ്, ചൂണ്ടിക്കാണിച്ചുവെന്ന് മാത്രം. നൂറുകണക്കിന് ജാതിയും മതവും ഭാഷയും ആചാരവും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് പരമ്പരാഗത സംവിധാനങ്ങളെ ആകെ ഉടച്ചു വാർക്കാൻ നരേന്ദ്രമോദിയുടെ ഏകീകൃത സിവിൽ നിയമത്തിന് കഴിയുമോ? ഹിന്ദു സമുദായത്തിൽ പോലും ഇത്തരമൊരു ഏകീകൃത രീതി നടപ്പിലാക്കാൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തിലൂടെ കഴിയുമെന്ന് വിചാരിക്കുന്നത് വളരെ വളരെ അബദ്ധമാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും വ്യത്യസ്തരാവുന്നത് തന്നെ അവരുടെ ആചാരങ്ങളിലെ വ്യത്യസ്തത കൊണ്ടാണ്. ആദിവാസി, ദളിത്, വനവാസി വിഭാഗങ്ങളെ UCCയിൽ നിന്ന് ഒഴിവാക്കിയാൽ പിന്നെ എന്ത് ഏകീകൃത നിയമമാണ് നടപ്പിലാവുക എന്ന ചോദ്യം വളരെ സജീവമാണ്. ഈ വിഷയം നമുക്ക് അധികം നീട്ടിക്കൊണ്ടുപോകാതെ ചർച്ച ചെയ്യാം എന്നാണ് കരുതുന്നത്. നമുക്ക് 3 അതിഥികളാണ് ഉള്ളത്. KJ ജേക്കബ്, അദ്ദേഹം മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരും. ഒപ്പം K അനിൽകുമാർ, അദ്ദേഹം CPMൻ്റെ നേതാവാണ്. ഒപ്പം മിഥുൻ വിജയകുമാർ, അദ്ദേഹം ഒരു വലത് നിരീക്ഷകനാണ്. ആദ്യം KJ ജേക്കബിലേക്കാണ് പോവുക. ശ്രീ KJ ജേക്കബ്, നമ്മൾ അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് അംബേദ്കറും പണ്ഡിറ്റ് നെഹ്റുവും തമ്മിൽ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. പക്ഷേ രണ്ടുപേർക്കും 2 വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നെഹ്റുവിനും അതുപോലെ തന്നെ അംബേദ്കർക്കും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. പൊതുവായി അത് നടപ്പിലാക്കണം എന്ന അഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പക്ഷേ മത നേതൃത്വങ്ങളുമായി ചർച്ച ചെയ്തപ്പോൾ അതിൽ അധികം അങ്ങോട്ടേക്ക് ആഴത്തിൽ കടക്കാൻ തയ്യാറാവാതെ ആ വിഷയം ഡയറക്റ്റീവ് സംസ്ഥാനത്ത് നമ്മുടെ നിർദ്ദേശക തത്വത്തിലേക്ക് അത് ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഒരിക്കൽ പോലും ഒരു ഏകീകൃത നിയമത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നമ്മളുടെ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വളരെ ധൈര്യപൂർവ്വം അദ്ദേഹത്തിൻ്റെ നിലപാട് അവതരിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു നിയമത്തെ താങ്കളെപ്പോലുള്ള കുറേ ആൾക്കാർ അടക്കം ഭയപ്പെടുന്നത്? അത് BJP നടപ്പാക്കുന്നതുകൊണ്ടാണോ? അതിൻ്റെ ആഴത്തിലുള്ള നടപ്പാക്കൽ ഈ സമൂഹത്തിൽ വിവേചനം സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ടാണോ? അത് ഭയമൊന്നുമില്ല ഇതിനെ സംബന്ധിച്ച്. ഇത് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് തന്നെ ഭരണഘടന തന്നെ പറയുന്നുണ്ട്, ഇതൊരു കോടതി ഉത്തരവ് വഴി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭയമൊന്നുമില്ല. നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം ഭരണഘടനാ ഭേദഗതി ആവശ്യമായിട്ട് വരും. കാരണം ഇതിൻ്റെ അകത്ത് തന്നെ ചില പ്രത്യേക സാംസ്കാരിക സ്വത്വങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു നിലപാട് നമ്മുടെ ഭരണഘടനയ്ക്കുണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്നത് പോലത്തെ ഒരു യൂണിഫോം സിവിൽ കോഡ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഭരണഘടനാ ഭേദഗതി ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഭരണഘടനാ ഭേദഗതി വരുന്ന നമ്മുടെ പാർലമെന്റ് ഇപ്പോൾ പാസ്സാക്കുന്ന ഒരു നിയമത്തെക്കുറിച്ച് അങ്ങനെ ഭയമൊന്നുമില്ല. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. അതും വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. സമൂഹം മൊത്തത്തിൽ ചർച്ച ചെയ്യുകയും അതിലൊരു തീരുമാനം ഉണ്ടാവുകയും അതിന്റെ ആഗ്രഹത്തിനനുസരിച്ച് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുകയും ചെയ്തെങ്കിൽ ജനാധിപത്യം നമ്മൾ അതിനാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ഭയം എന്നുള്ളത് അതല്ല. ഭയം എന്നുള്ളത് RSS BJPയുടെ ഒരു സാധാരണഗതിയിൽ ഒരു ടിപ്പിക്കൽ ഒരു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് 1 നേഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം 1 ആണ്. വൺ ഇലക്ഷൻ, ഒരു സംസ്കാരം, ഒരു ഭാഷ, ഇമ്മാതിരിയുള്ള ഇതിന്റെ കൂട്ടത്തിൽ ഒരു നിയമം എന്ന് പറയുമ്പോഴാണ് നമുക്ക് നിങ്ങൾ ഷമി പറഞ്ഞ ഭയം വരുന്നത്. ആ ഭയത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ലോകത്തിലെല്ലായിടത്തും നമ്മുടെ രാജ്യത്തും ഉള്ളത് ഏകീകൃത ക്രിമിനൽ നിയമമാണ്. കാരണം ഒരു ക്രിമിനൽ കുറ്റം ചെയ്താൽ, കാരണം അതിനകത്ത് വേറൊരു മനുഷ്യൻ ഇൻവോൾവ് ആണ്, സൊസൈറ്റി ഇൻവോൾവ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ മതത്തിലും ജാതിയിലും പെട്ട ആളുകളെ സംബന്ധിച്ച് ക്രിമിനൽ നിയമങ്ങൾ ഒരുപോലെയാണ്. പക്ഷെ നോക്കൂ, ആ നിയമം കൊണ്ട് ഇപ്പൊ കുട്ടികളെ സെക്ഷൽ അബ്യൂസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പോക്സോ ആക്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ആ പോക്സോ ആക്ട് ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണ്, എല്ലാ കമ്മ്യൂണിറ്റികൾക്കും ബാധകമാണ്. പക്ഷേ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ട്രൈബൽ സമൂഹങ്ങൾ അവർ ചെറുപ്പത്തിൽ വിവാഹം കഴിക്കും. അപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് 2 3 കുട്ടികൾ, ആൺകുട്ടികൾ 16 വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇപ്പം ജയിലിലായിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞിട്ട് നമ്മൾ മല കയറി ചെല്ലുകയാണ്. നമ്മുടെ നിയമ സംവിധാനം മല കയറി ചെന്ന് അവരോട് പറയുകയാണ്, നിങ്ങൾ ചെയ്തത് തെറ്റാണ്. നിയമപരമായി പോക്സോ ആക്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു നിയമമാണ്. അവര് എത്രയോ തലമുറകളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ നമ്മൾ ഇവിടുന്ന് മല കയറി ചെന്ന് അവരോട് പറയുന്നു, നിങ്ങൾ ചെയ്തത് നിയമപരമായ ഒരു കുറ്റകൃത്യമാണ്, ഞങ്ങൾ ഈ ചെറുക്കനെ പിടിച്ചോണ്ട് പോവാണ്, അങ്ങനെ ജയിലിലിടാൻ വേണ്ടി പോകണം. ആ കൊച്ചിനെ ജയിലിൽ കൊണ്ടുപോയിടുകയാണ് പിന്നെ ചെയ്യുന്നത്. പിന്നെ അവൻ ഏത് കാലത്ത് പുറത്തു വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു പിടുത്തമില്ല. ഏതെങ്കിലും മജിസ്ട്രേറ്റുമാർക്കോ ജഡ്ജിമാർക്ക് ഇതിന്റെ ഒരു മനസ്സലിവുണ്ടായാൽ അല്ലാതെ അവർ ജയിലിൽ നിന്ന് പുറത്തു വരാത്ത അവസ്ഥയുണ്ട്. ഞാൻ പറഞ്ഞ ക്രിമിനൽ കുറ്റത്തിന്റെ കാര്യത്തിൽ അത്രയധികം ഡൈവേഴ്സിറ്റി ഉള്ള ഒരു നാട്ടിൽ ഒരു തീർച്ചയായും KG ജേക്കബിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ശ്രീ അനിൽകുമാർ, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പൊതുവെ ഈ ഒരു ഏകീകൃതമായ നിയമത്തെ തത്വത്തിൽ അംഗീകരിക്കുന്ന ഒരു സമീപനം പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം വരുമ്പോൾ അത് RSSും അതുപോലെ തന്നെ BJPയും അവരുടെ ഒരു നിലപാട് പറയുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരു ആശങ്ക അക്കാര്യത്തിലുണ്ട്. എന്ത് ആശങ്കയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്? നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം രാജ്യത്തെ ജനങ്ങളാകെ ഏറ്റവും ഉജ്ജ്വലമായി ആഘോഷിക്കേണ്ടതാണ്. ഈ സ്വാതന്ത്ര്യത്തിന് നമ്മളെ പ്രാപ്തമാക്കിയത് ഇന്ത്യൻ ജനതയുടെ ഐക്യമാണ്. ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാനും ഈ ഐക്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ നാം ചെയ്യേണ്ടത്. അതാണ് പ്രതിജ്ഞ. പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി യാതൊരു മര്യാദയുമില്ലാതെ, നീതീകരണവുമില്ലാതെ വിഭജന രാഷ്ട്രീയം വീണ്ടും വീണ്ടും പുറത്തെടുക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 173 തെരഞ്ഞെടുപ്പ് റാലികളിലാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അഭിസംബോധന നടത്തിയത്. അതിൽ 110 മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാരെ ഒട്ടതിരിഞ്ഞ് വേട്ടയാടുന്ന നികൃഷ്ടമായ മതവിദ്വേഷ പ്രസംഗങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേളയാകമാനം വർഗീയമായി ഉപയോഗിച്ച ഒരു പ്രധാനമന്ത്രി ഇന്ന് ചെങ്കോട്ടയിൽ കയറി നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, നിലവിൽ നമ്മുടെ രാജ്യത്തുള്ള സിവിൽ കോഡുകളെല്ലാം കമ്മ്യൂണൽ സിവിൽ കോഡുകളാണ്. കമ്മ്യൂണൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വർഗീയമായ സിവിൽ കോഡുകൾ എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ സിവിൽ കോഡുകൾ എന്ന് പറയുന്നത് മതപരമായ വ്യക്തി നിയമങ്ങളെ കൂടി മാനിക്കുന്ന സിവിൽ കോഡുകളാണ്. നമ്മുടെ ഭരണഘടന ഉണ്ടായിട്ട് 75 കൊല്ലക്കാലം. സ്വാഭാവികമായും ഒരു രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ ഭരണഘടനയും അതിൻ്റെ വികാസവുമെല്ലാം 75 കൊല്ലം ചെറിയ കാലയളവാണ്. ഭാവിയിൽ സമൂഹം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലേക്ക് സമൂഹം ഉയർത്തുന്നതുവരെ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ മാർഗനിർദ്ദേശക പദവിയിൽ തുടരണം. അപ്പോൾ ഭരണഘടനയുടെ 44-ാം വകുപ്പിലുള്ള മാർഗനിർദ്ദേശക തത്വമാണ് രാജ്യം ഒരു പൊതു സിവിൽ കോഡിന് ശ്രമിക്കും. ആ വകുപ്പ് അവിടെ നിന്ന് എടുത്തു കളയണമെന്നാണ് SDPIയും ജമായത്തെ ഇസ്ലാമിയും അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. 44-ാം വകുപ്പ് അവിടെ നിലനിൽക്കാൻ പാടില്ല. കാരണം മതപരമായ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് മേലെ ഇടപെടലാണ് ഭരണഘടന എന്ന് പറയുന്ന 44-ാം വകുപ്പിലെ മാർഗനിർദ്ദേശക തത്വം. BJP എന്താ പറയുന്നത്? ആ മാർഗനിർദ്ദേശക തത്വത്തിലെ 44 ഇപ്പം തന്നെ ബലം പ്രയോഗിച്ച് നടപ്പാക്കണം. ഈ രണ്ട് മതമൗലികവാദ ശക്തികളും പൊതു സിവിൽ കോഡ് എന്ന് പറഞ്ഞ വിഷയത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ വീണ്ടും 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 വിഭജിക്കാൻ നോക്കുകയാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിനകത്ത് അവശതനിക്കുന്ന ജനവിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവർ അവരുടേതായ നിലയ്ക്ക് ഉയർത്തുന്ന വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടാകണം. ഇപ്പം തന്നെ ഈ സമീപകാലത്താണ് ഷബാനു ബീഗം കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധി വന്നത്. ആ വിധിയിൽ പറയുന്നത്, ഒരു മുസ്ലിം സ്ത്രീയെ
ഭർത്താവ് വിവാഹമോചനം ചൊല്ലിക്കഴിഞ്ഞാൽ, തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ചെലവിന് കൂട്ടാനുള്ള അവകാശമില്ല. അത് 1986 രാജീവ് ഗാന്ധി കൊണ്ടുവന്ന പുതിയ നിയമം അനുസരിച്ച് മാതാപിതാക്കൾ ചെലവിന് കൊടുത്താൽ മതി, അച്ഛൻ ചെലവിന് കൊടുത്താൽ മതി. കാരണം അമ്മായി അച്ഛനും മരുമകനും തമ്മിലുള്ള കരാറാണ് ഇസ്ലാമിക വിവാഹങ്ങൾ. അതുകൊണ്ട് അമ്മായി അച്ഛൻ ചെലവിന് കൊടുത്താൽ മതി, പെൺകുട്ടിയുടെ അച്ഛൻ ചെലവിന് കൊടുത്താൽ മതി. ഇതാണല്ലോ യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, ഭരണഘടന തത്വങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ക്രിമിനൽ നടപടി നിയമത്തിലെ 125 വകുപ്പ് പ്രകാരം ചെലവിന് കിട്ടാനുള്ള അവകാശം, ആ അവകാശത്തിനകത്ത് ഒരു ക്രിമിനൽ നടപടി നിയമപ്രകാരം 125 ഉപയോഗിക്കണമോ അതോ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന നിയമം ഉപയോഗിക്കണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആ പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ വനിതയാണ്, ഭാര്യയാണ്. ഇതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി വിധി. അനിൽകുമാറിലേക്ക് തിരികെ എത്താം. ശ്രീ മിഥുൻ വിജയകുമാർ കൂടി ചേരുന്നു. മിഥുൻ വിജയകുമാർ, നിങ്ങൾ ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിട്ട് പറയുന്നതാണോ, അതോ ഒരു സമുദായങ്ങളെ ആകെ, ന്യൂനപക്ഷ സമുദായങ്ങളെ ആകെ അങ്ങ് ഭീഷണിപ്പെടുത്തി കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണോ ഈ ഏകീകൃത സിവിൽ കോഡ്? ഇത്രയും വൈവിധ്യമുള്ള, ഇത്രയും ഒരു ഹിന്ദു സമുദായത്തിൽ തന്നെ 100% ജാതിയും അതിനൊക്കെ അതനുസരിച്ചുള്ള ആചാരങ്ങളും അതിൻ്റെ രീതിയും ഉള്ള ഒരു രാജ്യത്ത് നിങ്ങൾ ഏത് രീതിയിൽ ഇതിന് ഏകീകൃത സ്വഭാവം കൊണ്ടുവരും എന്നാണ് പറയുന്നത്? ഇവിടുത്തെ ആദിവാസി ദളിത് വിഭാഗങ്ങൾക്കിടയിൽ മലയോര മേഖലയിൽ, ഒറീസയിലാണെങ്കിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലാണെങ്കിലും എല്ലാം അവിടുത്തെ ട്രൈബലുകളുടെ ആചാരങ്ങളും അവരുടെ ജീവിത രീതിയും ഒക്കെ തന്നെ അങ്ങേയറ്റം വ്യത്യസ്തമായ രീതിയാണ്. അവർ ശൈശവ വിവാഹം തൊട്ട് ഓരോ കാര്യങ്ങളിലും അവർ വ്യത്യസ്തരാണ്. ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിങ്ങൾ എന്ത് സിവിൽ കോഡ് കൊണ്ടുവരും എന്നാണ് പറയുന്നത്? അതോ ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഏകീകൃത സിവിൽ നിയമം ആണോ? ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയുണ്ടോ എന്നതാണ് താങ്കളുടെ ചോദ്യം. ഇതിനെക്കുറിച്ച് ധാരണയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു നിയമമല്ല. ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇനീഷ്യൽ കാലഘട്ടം മുതൽക്ക്, ഇപ്പം നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ജവഹർലാൽ നെഹ്റു ആണെങ്കിലും BR അംബേദ്കർ ആണെങ്കിലും ഒക്കെ തന്നെ പ്രപ്പോസ് ചെയ്യാൻ ശ്രമിച്ച പല കോടതി വിധികളും, ഷാബാനോ കേസിനെ കുറിച്ച് ഇവിടെ പരാമർശിച്ചല്ലോ. ഷാബാനോ കേസിൽ ആദ്യം തന്നെ സുപ്രീം കോടതി വിധി വന്നതിനെ പിന്നീട് രാജീവ് ഗാന്ധി നിയമം നടപ്പിലാക്കിയിട്ട് അട്ടിമറിക്കുകയായിരുന്നു. അപ്പോൾ ആ വിധിയെ അട്ടിമറിച്ചത് രാഷ്ട്രീയ താല്പര്യങ്ങളാലാണ്. പക്ഷേ ഏകീകൃത സ്വഭാവമുള്ള ഒരു നിയമം, ഇവിടെ ഒരു സിവിൽ കോഡ് വേണമെന്നത് സുപ്രീം കോടതി വിധികളാണെങ്കിലും പല നിയമവിദഗ്ധരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന നേതാക്കളാണെങ്കിലും BJPക്ക് മുമ്പ് വന്ന പല സർക്കാരിലെ നേതാക്കളും അതിനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ BJP അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പുഷ് ചെയ്യുന്നു എന്നൊരു കാരണം കൊണ്ടാണ് ഇത്രയും വലിയ വിവാദം നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഒരു മോഡേണൈസ്ഡ് സൊസൈറ്റിയായി നമ്മൾ മാറുമ്പം പല ഡെമോക്രാറ്റിക് രാജ്യങ്ങളിൽ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ തന്നെ ഒരു യൂണിഫോം സിവിൽ കോഡ് എന്നൊരു കാര്യം അവിടെ ഉണ്ട്. പക്ഷെ നമുക്കത് നടപ്പിലാക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ, ഇവിടെ അതിനൊരു പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പോസിറ്റീവ്സിനെ എല്ലാം തന്നെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് അതിലെ മതപരമായ വിഷയങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇവിടെ ചില പാർട്ടികൾക്ക് എന്താ പറയുക, ഈ മൈനോറിറ്റി സപ്പോർട്ട് അല്ലെങ്കിൽ മൈനോറിറ്റി അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് അത് ആവശ്യമാണ്, അവരുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇത്രയും വൈവിധ്യമുള്ള ഏതെങ്കിലും ഒരു രാജ്യം ലോകത്ത് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇത്രയും വൈവിധ്യമുള്ള, ഇത്രയും വ്യത്യസ്തമായ ഭാഷയും സംസ്കാരവും ജീവിത രീതിയും ഉള്ള ഒരു രാജ്യം, ഇപ്പോൾ വേറെ ഏത് രാജ്യം എടുത്തു നോക്കിയാലും അതിനെല്ലാം ഒരു ഏകീകൃത സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിൽ കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങനത്തെ ഒരു രാജ്യമല്ല. ഇതിൻ്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന അതിൻ്റെ വൈവിധ്യമാണ്, അതിൻ്റെ മനോഹാരിത എന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണകൂടമാണ്, അല്ലെങ്കിൽ ആൾക്കാരാണ് ഈ ഭരണഘടന എഴുതിയുണ്ടാക്കിയത്. അതുകൊണ്ടാണ് അവർ ഈ ഏകീകൃത സിവിൽ നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴും അതിൽ തൊടാതെ അത് മാറ്റിവെച്ച് അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ, അവൻ്റെ മതസ്വാതന്ത്ര്യത്തെയും ബഹുമാനിച്ചു കൊണ്ടുപോയത്. ഇത് നിങ്ങൾക്ക് മാത്രം തോന്നുന്ന ഒരു വികാരമല്ല. നല്ല ബുദ്ധിയുള്ള ആൾക്കാർ എഴുതിയുണ്ടാക്കിയ ഭരണഘടനയിൽ അവരിത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലേക്ക് മാറ്റിവെച്ചത് അവർ മണ്ടന്മാരായതുകൊണ്ടല്ല, അവർക്ക് ഈ രാജ്യത്തിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളത് കൊണ്ടാണ്.
നമുക്ക് ഒന്നാമത്തെ കാര്യം, ഇത് ആചാരപരമായോ വിശ്വാസപരമായോ ഉള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റമല്ല UCC. അത് ആദ്യം മനസ്സിലാക്കുക. ഇത് ഇൻഹെറിറ്റൻസും ഡിവോഴ്സ് നിയമങ്ങളും ഇതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് UCCയുടെ ഒരു പെർവ്യൂല് വരുന്നത്. ശ്രീ അനിൽകുമാർ, ഇതാണ് അവരുടെ വാദം. അതായത് ചില ആചാരങ്ങളിൽ കടന്നു കയറില്ല, പക്ഷേ ചില ആചാരങ്ങളും ചില ഞാനൊന്ന് പറയട്ടെ, ഒന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കൂ. പറയൂ. ഞാൻ പറയുന്ന കാര്യം ഒന്ന് താങ്കൾ കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കുമോ? ഇത്രയും എന്തിനാ ബുദ്ധിമുട്ടുന്നത്? താങ്കൾ ഇവിടെ സൂചിപ്പിച്ച കാര്യം, ഇന്ത്യ ഒരു വലിയ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇവിടെ ഇത്രയും ആളുകൾ ജീവിക്കുന്നു, പല സംസ്കാരങ്ങളുണ്ട്. ശരിയാണ്, ഈ സംസ്കാരങ്ങളെല്ലാം തന്നെ എല്ലാ വിധത്തിലും നിങ്ങൾക്കൊരു കോമൺ അംബ്രല്ലയ്ക്ക് ഉള്ളിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷെ നമുക്കിത് ക്രിമിനൽ നിയമത്തിൽ സാധിച്ചു, കോൺട്രാക്ച്വൽ നിയമങ്ങളിൽ സാധിച്ചു, പ്രോപ്പർട്ടി നിയമങ്ങളുടെ ഒരു അറ്റം വരെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ പ്രോപ്പർട്ടിയും ഈ പറഞ്ഞ പോലെ ഇൻഹെറിറ്റൻസ് ലോയും കൂടെ കൂടിക്കലർന്ന് കിടക്കുന്നത് കൊണ്ട് അതിപ്പം UCCന്റെ പെർവ്യൂവിൽ അതും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ക്രിമിനൽ നിയമത്തിൽ നമുക്കത് നടപ്പിലാക്കാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് സിവിൽ ലോയിൽ അത് നടപ്പിലാക്കിക്കൂടാ? കാരണം ഇവിടെ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ ഇത്രയധികം സംസാരിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഈ വിഷയം വരുമ്പോൾ മാത്രം അവർ മറ്റൊരു പൊസിഷൻ എടുക്കുന്നത്? ഇവിടെ സ്ത്രീകൾക്ക് സമത്വം വേണം എന്ന് പറയുന്ന ആളുകളാണ് പറയുന്നത് ഇവിടെ മതപരമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കപ്പെടണം, അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസിന്റെ കാര്യത്തിൽ ഈ ചില മതങ്ങളിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊരു ബാക്ക് സീറ്റാണ് കിട്ടുന്നത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിയമം പ്രപ്പോസ് ചെയ്യുമ്പം അതിനെ എതിർക്കുകയാണോ വേണ്ടത്? പിന്നെ ട്രൈബൽ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു, ശരിയാണ്. ട്രൈബൽ വിഷയങ്ങളിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഇവിടെ എനിക്ക് ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ പോക്സോ നിയമം, അത് വളരെ ഇല്ലോജിക്കലായി തോന്നി. കാരണം ഒരു രാജ്യത്ത് ഒരു നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഏത് കോർണറിൽ, ഏത് മലമുകൾ മുതൽക്ക് ഏത് സിറ്റിയിൽ താമസിക്കുന്ന ആളാണെങ്കിൽ പോലും അവർക്ക് എല്ലാവർക്കും ഒരേപോലെ നടപ്പിലാക്കണം. മലമുകളിൽ താമസിക്കുന്നവന് പ്രായം കുറഞ്ഞ ആളെ വിവാഹം ചെയ്യാം എന്നതൊരു സ്വാതന്ത്ര്യമായിട്ടാണോ നിങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു യൂണിഫോമിറ്റി വരണം എന്നത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അതൊരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ആവശ്യമായി മാറുമ്പോഴാണ് നമുക്ക് UCC എത്രയും അനിവാര്യമാണ് എന്ന് തോന്നുന്നത്. ശ്രീ അനിൽകുമാർ, ഇതാണ് BJPയുടെയും മിഥുൻ്റെയും വാദം. അതായത് അവർ ലക്ഷ്യം വെക്കുന്ന എന്താണെന്ന് വളരെ വ്യക്തമാണല്ലോ നമുക്കെല്ലാവർക്കും. അത് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തെയാണെന്ന് പറയാതെ തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അനിൽകുമാർ, അല്ല, നമ്മുടെ രാജ്യത്ത് യൂണിഫോം ആയിരിക്കണം എല്ലാം എന്നൊരാശയം പറയുമ്പോൾ ഈ വ്യക്തി നിയമത്തിൽ മാത്രം യൂണിഫോം മതിയോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മനുഷ്യൻ്റെ ജീവിതാവകാശങ്ങളിൽ യൂണിഫോമിറ്റി വേണോ? എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. അതനുസരിച്ച് വിദ്യാഭ്യാസം യൂണിഫോമായി കൊടുക്കുമോ? മനുഷ്യന് ആരോഗ്യത്തിനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ആയുർദൈർഘ്യം ഉയരാൻ കാരണം പൊതു ആരോഗ്യ സംവിധാനമാണ്. അത് ഇന്ത്യക്കാകമാനം ബാധകമാകുന്നത് യൂണിഫോം ആക്കുമോ? യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എവിടെ വേണം? ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഉണ്ടാക്കുന്ന യൂണിഫോമിറ്റിക്ക് എന്ത് മാതൃകയാണ് നമ്മുടെ മുമ്പിലുള്ളത്? ഗോവയിൽ ഒരു വ്യക്തി നിയമമുണ്ട്. ആ വ്യക്തി നിയമത്തിൽ ചില ആളുകളെ ഒഴിവാക്കി കഴിഞ്ഞു. ഗോവയിലെ വ്യക്തി നിയമത്തിനകത്ത് ചില വിഭാഗങ്ങളെ ഒഴിവാക്കുന്നതോടുകൂടി യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളത് ഗോവയിൽ അന്തരിച്ചു പോയി, നിലനിൽക്കുന്നില്ല. പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ പറ്റുക? ഇപ്പം നിങ്ങൾ കാശ്മീരുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, കാശ്മീരിൻ്റെ പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളയും. നിങ്ങളുടെ നയം അതാണ്, എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യതയാണ്, അതാണ് നിങ്ങളുടെ സ്റ്റാൻഡ്. നല്ലത്. പക്ഷെ ബഡ്ജറ്റ് വന്നപ്പോൾ ബീഹാറിനും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദവി കൊടുത്തു. അത് ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും അതിനനുസരിച്ച് പണം കൊണ്ട് കൊടുക്കുകയാണ്, പ്രത്യേക പാക്കേജ് കൊടുക്കുകയാണ്. അപ്പോൾ എവിടെ പോകും നിങ്ങളുടെ യൂണിഫോമിറ്റി? ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് പൊതു സിവിൽ കോഡ് എന്നുള്ള കാര്യം ഇതുവരെ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. പൊതു സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച് ഈ സമൂഹത്തിനകത്ത് വിഭജനമുണ്ടാക്കുകയും ആളുകളെ ഭയപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായി സമൂഹത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക, അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യുക, അതിൻ്റെ ഭാഗമായി ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളെ ഏകീകരിച്ചെടുക്കുക, അത് അടുത്ത UP തെരഞ്ഞെടുപ്പിലോ മറ്റു തെരഞ്ഞെടുപ്പുകളിലോ ഉപയോഗിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിട്ട BJP നേരിട്ട ആ വെല്ലുവിളി അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട തിരിച്ചടിയെ അതുപയോഗിച്ച് മറികടക്കുക, ഇതല്ലേ കുതന്ത്രം? തീർച്ചയായും ചെങ്കോട്ടയിലെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. എത്താം. KJ ജേക്കബ് വീണ്ടും ചേരുന്നു. ശ്രീ KJ ജേക്കബ്, ഇതിൻ്റെ അകത്ത് നമുക്ക് വ്യക്തത വരാത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ വിവാഹ നിയമങ്ങളെ സംബന്ധിച്ചാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഹിന്ദു സമുദായത്തിൽ ബന്ധുക്കൾ തമ്മിലുള്ള കല്യാണം അനുവദനീയമാണ്. അതിപ്പോൾ കേരളത്തിലാണെങ്കിൽ മുറപ്പെണ്ണ്
അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കുക, തമിഴ്നാട്ടിലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അമ്മയുടെ സഹോദരനെ കല്യാണം കഴിക്കുക. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് രീതികൾ ഈ സമുദായങ്ങളിലെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഏകീകൃതമായ ഒരു നിയമം ഇവർ പറയുന്ന പോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ബന്ധുക്കൾ തമ്മിലുള്ള കല്യാണമൊക്കെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കേണ്ടി വരും. അങ്ങനെ ആ രീതിയിൽ ഇപ്പോൾ ഓരോ സ്റ്റേറ്റിലും, ഇപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളെയാണ് നമുക്കറിയാൻ പറ്റുന്നത്, ഓരോ സംസ്ഥാനത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ അതനുസരിച്ചുള്ള രീതികളുണ്ടാവും ഹിന്ദു സമുദായത്തിൽ. ഏത് രീതിയിൽ ഇതിനെ റെഗുലേറ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുക? എങ്ങനെ അത് സാധ്യമാകും? ആദിവാസികളെ നമുക്ക് മാറ്റി നിർത്താം. നമുക്ക് ഇതിനകത്തുള്ള ഒരു പ്രശ്നം, കൃത്യമായിട്ടൊരു ധാരണ ഇതുവരെ സർക്കാർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഈ പോക്സോ കേസിനെ കുറിച്ച് പറഞ്ഞപ്പം എനിക്ക് തോന്നുന്നത്, നിങ്ങൾ മൂന്നാമത് സംസാരിച്ച ആള് പുള്ളി പറഞ്ഞ് പിന്നെ അതിനെ പുള്ളി എതിർക്കണ്ട്. എനിക്കതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. നമ്മള് പോക്സോ ക്രിമിനൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ നമ്മൾ അത് നടപ്പാക്കുമ്പോൾ പോലും, ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ പോലും നമ്മുടെ വൈവിധ്യം അതിന്റെ ഇടയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ 16 വയസ്സിൽ വിവാഹം കഴിക്കുന്ന ട്രൈബലിനെ സംബന്ധിച്ച് അവന് 16 വയസ്സിൽ നിയമം ലംഘിക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്നത് അല്ലത്. അപ്പൊ അവനോടത് പറയാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. 16 വയസ്സിൽ വിവാഹം കഴിക്കുന്നത് നമ്മൾ നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. നമ്മൾ പറയുന്ന നമ്മുടെ നിയമ സംവിധാനം അവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഈ വസ്തുത നിലനിൽക്കുകയാണ് നമ്മൾ ഈ നിയമം നടപ്പാക്കാൻ വേണ്ടി. അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ ഈ പ്രശ്നം. ഇപ്പം ഉത്തരാഖണ്ഡിൽ UCC കൊണ്ടുവന്നു, അതിൻ്റെ അകത്ത് അവിടെ ട്രൈബൽസിന് എക്സംഷൻ കൊടുത്തു. അങ്ങനെ ഈ എക്സംഷൻ കൊടുത്തു വെക്കുന്നതിനാണ് നമ്മൾ ഈ ഇപ്പോൾ ഉള്ള സംവിധാനം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് UCC എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ 371 അനുച്ഛേദം അനുസരിച്ച് നോർത്ത് ഈസ്റ്റിലെ സംസ്ഥാനങ്ങൾ, പല സംസ്ഥാനങ്ങളും അവരുടേതായ മിഥുൻ അതിന് എന്താണ് മറുപടി പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം. മിഥുൻ. നോക്കൂ, ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോക്സോന്റെ എക്സാമ്പിൾ തന്നെ അദ്ദേഹം കോട്ട് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പം, ഞാൻ നേരത്തെയും പറയാൻ ശ്രമിച്ചൊരു പോയിന്റ് അതാണ്. കാരണം അതിൽ തഴയപ്പെട്ട അല്ലെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും നമ്മളൊരു മോഡേൺ ലീഗൽ ഫ്രെയിം വർക്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ നിയമം എന്താണെന്ന് അവരെ അവെയർ ആക്കാനുള്ളൊരു സിസ്റ്റം നമുക്ക് വേണമല്ലോ. അല്ലെങ്കിൽ ഒരു കൂട്ടർ മറ്റൊരു രീതിയിൽ ജീവിക്കുന്നു, മറ്റു ചില കൂട്ടർ മറ്റൊരു രീതിയിൽ ജീവിക്കുന്നു. അപ്പം നമുക്ക് ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഈ എന്താ പറയുക, കുറച്ചുകൂടെ അവെയർ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണോ? 16 വയസ്സിൽ വിവാഹം കഴിക്കുന്ന ഒരു തെറ്റാണെങ്കിൽ ഈ രാജ്യത്ത് മുഴുവൻ അത് തെറ്റായിരിക്കണം. അതിൽ ചില എക്സെപ്ഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നതാണ് UCC പ്രപ്പോസ് ചെയ്യുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നാമത് അതൊരു ക്രിമിനൽ പെർവ്യൂവിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ആളുകൾ അവെയർ ആവുകയും ഒരു മോഡേൺ സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറുകയും ഒരു മോഡേൺ ഡെമോക്രാറ്റിക് സൊസൈറ്റിയെ നമ്മൾ മാറേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മളിപ്പോഴും എന്താ പറയുക, ചില ആളുകൾക്ക് എക്സെപ്ഷൻസ് കൊടുത്തുകൊണ്ട് അവിടെ അവർക്ക് പഴയ പ്രാക്ടീസസ് പിന്തുടരാം, അല്ലെങ്കിൽ അവർ ട്രൈബൽ ആയതുകൊണ്ട് മാത്രം അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കാം എന്ന് പറഞ്ഞാൽ അതൊരു ലോജിക്കൽ ആർഗ്യുമെന്റ് ആണോ? കാരണം നമ്മളൊരു സൊസൈറ്റി എന്ന നിലയ്ക്ക് നമ്മൾ അഡ്വാൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ കാലത്തും ഓരോ നിയമങ്ങൾ വരുന്നു, ഓരോ കാലഘട്ടത്തിന് അനിവാര്യമായ നിയമങ്ങൾ വരുന്നു. അപ്പം ആ കാലഘട്ടത്തിനോട് ചേർന്നുകൊണ്ട് എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും അവരെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം ഒരു രാജ്യത്തിന്റെ പ്രോഗ്രസ് എന്നത് ഒരു വലിയ തെറ്റായ കാര്യമാണ്. അതൊരു ഭയങ്കരമായ ഒരു ആശയമാണ്. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യം ഒരു വലിയ പുരോഗതിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു നിയമത്തെ കുറിച്ചാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിനെയാണ് നിങ്ങൾ എതിർക്കുന്നത്, ശ്രീ അനിൽകുമാർ? അനിൽകുമാർ ഇന്ത്യ രാജ്യത്തിന്റെ ഇന്നത്തെ ക്യാബിനറ്റില്, നമ്മുടെ രാജ്യത്തിന്റെ ക്യാബിനറ്റില് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രി പോലുമില്ല. രാജ്യത്തെ ജനസംഖ്യയിൽ 18% വരുന്ന ഒരു ജനവിഭാഗത്തിന് അവരുടെ പ്രകൃതിയായിട്ട് ഒരു മന്ത്രി ക്യാബിനറ്റിലില്ല. 3-4 ദിവസം മുമ്പ് പ്രധാനമന്ത്രി ഒരു സന്ദേശം പറഞ്ഞു, മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം. അപ്പം ഞാൻ 10 കൊല്ലമായിട്ട് നരേന്ദ്രമോദി അതിനെതിരായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഇതാരോടാണ് പറയുന്നതെന്ന് കൗതുകത്തോടെ നോക്കിയപ്പോഴാണ് അദ്ദേഹം ബംഗ്ലാദേശിലെ സർക്കാരിനോട് പറയുന്നത്, മതന്യൂനപക്ഷങ്ങളെ നിങ്ങൾ രക്ഷിക്കണം. മതന്യൂനപക്ഷങ്ങളെ അവിടെ ജമാഅത്തെ ഇസ്ലാമി സംഘം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ട് ബംഗ്ലാദേശിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടുത്തെ മതന്യൂനപക്ഷങ്ങളായ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടവരെയും ബുദ്ധ ജൈന മതക്കാരെയും രക്ഷിക്കാൻ വേണ്ടി വലിയ പോരാട്ടം നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇന്ത്യയിൽ നിന്നുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ബംഗ്ലാദേശിനോട് പറയുന്ന പ്രധാനമന്ത്രി ഇപ്പം ഇന്ത്യ രാജ്യത്ത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നത്.
ഞാൻ ചോദിക്കുന്നത് സിവിൽ കോഡിൽ മാത്രം തുല്യത മതിയോ, സിവിൽ കോഡിൽ മാത്രം പൊതു യൂണിഫോമിറ്റി മതിയോ? രണ്ട്, എന്താണ് യൂണിഫോമിറ്റി? നിങ്ങൾ യൂണിഫോമിറ്റി എന്ന് പറഞ്ഞു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ക്രൈസ്തവ സംഘടനകൾ കൂടിയിട്ട് പറഞ്ഞു ഞങ്ങളെ ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. പ്രധാനമന്ത്രി ഇവിടുത്തെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് ഉറപ്പ് കൊടുത്തു, നിങ്ങൾ ഉൾപ്പെടില്ല. ഇപ്പം തന്നെ ഗോവയിലെ അനുഭവം ഞങ്ങൾ പറഞ്ഞു. ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ ഗോത്ര വിഭാഗങ്ങൾ സംഘടിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ ഉൾപ്പെടുത്താൻ പാടില്ല, അവരെ ഉൾപ്പെടുത്തില്ല എന്ന് വാക്ക് കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവസാനം കോമൺ സിവിൽ കോഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പ്രത്യേക മതത്തിൻ്റെ സിവിൽ കോഡ്, ആ മതത്തിൻ്റെ സിവിൽ കോഡ് മറ്റു മതക്കാരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതായി തീരും. അതാണ് പ്രശ്നം. അവിടെ എന്താ വേണ്ടത്? അവിടെ കൃത്യമായിട്ട് തീരുമാനം വേണ്ടത് അതാത് വിഭാഗത്തിൽപ്പെട്ടവർ പുരോഗമനപരമായി ചിന്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണം. രണ്ട്, രാജ്യം ഒരു റിപ്പബ്ലിക്കായിട്ട് 100 കൊല്ലം പോലും തികഞ്ഞിട്ടില്ല. ഒരു ദീർഘയാത്രയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. നമുക്ക് യൂണിഫോമിറ്റി പല മേഖലയിലും വേണമെന്ന് തന്നെ പറയാം. പക്ഷെ അതിനുള്ള ടൈമാകണ്ടേ? സമയമാകും മുമ്പ് ബലപ്രയോഗത്തിലൂടെ അടിച്ചേൽപ്പിക്കുക എന്ന പ്രധാനമന്ത്രിയുടെ നയം, ആ നയം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇതെല്ലാം നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും അധികാരം ഈ മോദിക്കുണ്ടോ? അവർക്ക് പാർലമെൻറ്റിൽ 3/2 ഭൂരിപക്ഷമുണ്ടോ? രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷമുണ്ടോ? പിന്നെന്തിനാ ഇന്നത്തെ ദിവസം ഈ പണ്ടാറാസ് പെട്ടി തുറന്നതിന് ഉദ്ദേശം വേറെ ഉള്ളൂ. നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് BJP. അപ്പോൾ BJPക്ക് ഹിൻഡൻബർഗ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ വീണ്ടും വീണ്ടും കുഴിയിലേക്ക് താന്നുകൊണ്ടിരിക്കുന്ന BJPക്ക് അദാനി അടക്കമുള്ളവരുടെ ബന്ധങ്ങൾ തെളിയുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള അജണ്ടകൾ തേടിപ്പോവുകയാണ്. അതിന് സ്വാതന്ത്ര്യദിനമാണെങ്കിൽ സ്വാതന്ത്ര്യദിനം ആ ദിവസവും ദുരുപയോഗിക്കുക എന്ന നില സ്വീകരിക്കുന്നത് തനി ധിക്കാരപരമാണ്. ശ്രീ KJ ജേക്കബിലേക്കാണ്. KJ, ഇപ്പോൾ ഈ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുന്നു എന്നൊരു ചർച്ച ഉയർന്നു വരുമ്പോൾ വലിയ തോതിൽ അത് വലിയ പുരോഗമനപരമാണ് എന്നൊരു തോന്നൽ സാധാരണപ്പെട്ട ആൾക്കാരിൽ ഉണ്ടാക്കാൻ ഉള്ള വലിയൊരു നീക്കം BJPയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതിലിപ്പോൾ നമുക്കറിയാം, ഷബാനു ബീഗം കേസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഉയർന്നു വരും. രാജീവ് ഗാന്ധിയുടെ പേര് പരാമർശിക്കപ്പെടും. ആ നിയമം ജനങ്ങൾക്ക് മുന്നിൽ ചർച്ചയാക്കും. അതായത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് എടുത്ത നിലപാടുകൾ ഇങ്ങനെയാണ്, നമ്മൾ അതിനെ മറികടക്കാനുള്ള നീക്കത്തിലാണ്, ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കുക എന്നതിനപ്പുറത്തേക്ക് ആത്യന്തികമായി ഈ പറയുന്ന ഒരു നിയമം നടപ്പിലാക്കാൻ സാധ്യമാണോ? നടപ്പിലാക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കും അറിയാം. ഞാൻ ഇതിനോട് പറയാൻ ശ്രമിച്ചത് ഈ മനുഷ്യരെ പുറകിലിട്ടേച്ച് ബാക്കി കുറെ പേര് മുമ്പോട്ട് പോകണം എന്നുള്ളതല്ല. അദ്ദേഹം തന്നെ ഉപയോഗിച്ച അവയർനെസ് എന്നുള്ള വാക്കാണ് ഞാനും പറയുന്നത്. ഈ 16 വയസ്സിൽ വിവാഹം കഴിക്കുക എന്നുള്ളത് നമ്മൾ നിരോധിച്ചത് അതിന് ചില മാനസികവും ശാരീരികവുമായ പക്വത എത്തേണ്ടതുള്ളത് കൊണ്ടാണ് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അവരെ കൂടി മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുവാനുമാണ്. അതല്ലാതെ അവരെ സോഷ്യലി പുറകിൽ എവിടെയെങ്കിലും വിട്ടിട്ട് നിയമം മാത്രം നടപ്പാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിലുള്ള മനുഷ്യത്വ വിരുദ്ധത, അതാണ് RSS BJPക്ക് മനസ്സിലാവാത്തത്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒന്ന്, യൂണിഫോമിറ്റി. അവരുടെ പ്രശ്നം നമ്മുടെ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിളിൽ വെച്ച് തുടങ്ങുകയാണ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു സങ്കലനമാണ്. സംസ്ഥാനങ്ങളാണ് പ്രൈമറി യൂണിറ്റ്. ആ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഷ, ഒരു സംസ്കാരം, ഒരു വസ്ത്രം, ഒരു ഭക്ഷണം, ഇതാണ് അൾട്ടിമേറ്റ് എയിം. അതല്ലാതെ മനുഷ്യർക്ക് അവരവരുടെ സാഹചര്യങ്ങളിൽ ഏറ്റവും മികച്ച അവസരങ്ങളിലേക്ക് മുന്നേറാനുള്ള ഒരവസരം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഭരണം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ യൂണിഫോമിറ്റി കൊണ്ടുവന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. അതുകൊണ്ട് തന്നെയാണ് നോക്കൂ, അടിയന്തരാവസ്ഥയെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞതാണ്. അടിയന്തരാവസ്ഥയെ വെച്ച് പ്രതിപക്ഷത്തിന്റെ ഇടയ്ക്ക് ഒരു ഭിന്നത ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി. അത് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും കൂടെ ഒരുമിച്ച് നിന്ന് അതിനെ എതിർത്തു. ഈ ഷബാനു ബീഗത്തിന്റെ കേസ് ഇറ്റ് ഡസന്റ് എക്സിസ്റ്റ് എനിമോർ. ആ നിയമം സുപ്രീം കോടതി കഴിഞ്ഞ മാസത്തെ ഒരു നിയമത്തോടു കൂടി പ്രാക്ടിക്കലി ദാറ്റ് ലോ ഇസ് ബറീഡ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ CRPC നിയമപ്രകാരം മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം കൊടുക്കുന്നതിൽ ഇന്ത്യയിലെ എല്ലാ കോടതികളും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം സുപ്രീം കോടതി അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു.
CRPC അനുസരിച്ച്, ഒരു സെക്യുലർ നിയമം അനുസരിച്ച് എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഒരിടത്തും എതിർ ശബ്ദം കേട്ടില്ലല്ലോ. അങ്ങനെ കേൾക്കില്ല. ആ സമുദായത്തിന് അതിനെക്കുറിച്ച് അറിയാം, നല്ല ധാരണയുണ്ട്. ആ സമുദായം എല്ലാത്തിനെയും എതിർക്കുന്ന അന്ന് പോലെ എതിർത്തില്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് തീവ്രവാദികളും കുറെ യാഥാസ്ഥികരും മാത്രമാണ് എതിർക്കുന്നത്. ഇനിയിപ്പം അതിൻ്റെ അകത്ത് തന്നെ ഇപ്പൊ പിന്തുടർച്ചാവകാശ നിയമം, മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമത്തിൽ ഒരു ഭേദഗതി അനിവാര്യമാണ്. അതിൻ്റെ അകത്തുള്ള പല കാര്യങ്ങളും മനുഷ്യത്വ വിരുദ്ധമാണ്. അത് മുമ്പോട്ട് വെക്കണം എന്നല്ല ഇവർ പറയുന്നത്. ഇപ്പോഴും കൃത്യമായിട്ട് എന്താണെന്ന് അറിയത്തില്ല. ഇന്ന നിയമത്തിൽ ഇന്ന മനുഷ്യത്വ വിരുദ്ധതയുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു സമൂഹം എന്ന നിലയ്ക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഇത് തെറ്റായിട്ടുള്ള നിയമമാണ്, പെൺകുട്ടികൾക്ക് ന്യായമായ അവകാശങ്ങൾ കൊടുക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇത് തിരുത്താം എന്നല്ല പറയുന്നത്. ഇവരൊരു യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയും, എന്നിട്ട് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഉത്തരാഖണ്ഡിൽ എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ അല്ലാതെ തന്നെ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞപ്പം നോർത്ത് ഈസ്റ്റിലെ ട്രൈബൽസിനെ ഞങ്ങൾ ഒഴിവാക്കുന്നു എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ഒരു നമ്മൾക്ക് നിയമങ്ങളുടെ പോരായ്മയല്ല നമ്മളുടെ വിഷയം, അത് നടപ്പാക്കാത്തതിന്റെ വിഷയമാണ്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്നൊരു ഭീകരമായ ദൃശ്യം നമ്മുടെ മാധ്യമങ്ങളെല്ലാം കാണിച്ചു. ഒരു പെൺകുട്ടിയെ കാലിൽ കെട്ടി ബൈക്കിൽ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന ഭർത്താവ്. പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത് 2 ലക്ഷം രൂപ 5 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് പെൺകുട്ടികളെ വാങ്ങിക്കൊണ്ടുവന്ന് അതിഭീകരമായ മാനസിക ശാരീരിക പീഡനം, ഭാര്യയായിട്ടാണ് വാങ്ങിക്കൊണ്ടുവരുന്നത്, അതിഭീകരമായ ശാരീരിക മാനസിക പീഡനത്തിന് ഇരയാക്കുകയാണ്. ജയ്സാൽമീറിൽ അടുത്താണ് ഈ സംഭവം നടക്കുന്നത്. അതുപോലെ ഓരോ ദിവസവും UP-യിലും ബീഹാറിലും അടക്കം പുറത്തു വരുന്ന സ്ത്രീപീഡനങ്ങളുടെ കഥകൾ നമ്മൾ കാണുന്നതാണ്. ഇവിടെ എല്ലാം തന്നെ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നിയമങ്ങളുടെ പോരായ്മയല്ല അത്. ആ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലുള്ള പോരായ്മയാണ് വിഷയം. അത് തിരിച്ചറിയാതെ പുതിയ കുറച്ച് നിയമങ്ങളുമായിട്ട് ഇറങ്ങുന്നു എന്നുള്ളതല്ലേ ഇലക്ഷൻ കാണുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാണുക, വോട്ട് കാണുക. അനിൽകുമാർ, അതാ അനിൽകുമാർ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. നമ്മളുടെ നിയമങ്ങൾ സ്ത്രീ ശാക്തീകരണമാണല്ലോ ഇവര് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഈ നിയമങ്ങളുടെ പോരായ്മയല്ല, നിയമങ്ങളില്ലാത്തതുമല്ല, അത് കൃത്യമായി നടപ്പാക്കുന്നതിലെ പോരായ്മയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചത് രാജസ്ഥാനിൽ ഒരു പെൺകുട്ടിയെ, ഭാര്യയെ ഭർത്താവ് കാലിൽ കയർ കെട്ടി ബൈക്കിൽ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. UP-യിലും ബീഹാറിലും എല്ലാം ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ എല്ലാം BJP NDA. അതെ, സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ബഡ്ജറ്റ് വരുമ്പോൾ സ്ത്രീ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എത്ര രൂപ പണം നീക്കി വെച്ചു എന്ന് കാണണം. സ്ത്രീകളുടെ ആരോഗ്യ മേഖലയുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്, അവരുടെ വിദ്യാഭ്യാസ മേഖലയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്. വെറുതെ നിയമം കൊണ്ട് മാത്രം സ്ത്രീ ശാക്തീകരണം ആവില്ല. അവരെ അതിനെ പ്രാപ്തരാക്കണം. ആ നിയമങ്ങൾ വഴി അവരെ പ്രാപ്തരാക്കണമെങ്കിൽ അതിനാവശ്യമായ പണം നീക്കിവെക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്രകാരം സാമൂഹ്യ സുരക്ഷാ മേഖലകളിലൊക്കെ സ്ത്രീ ശക്തിക്ക് വേണ്ടി, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പണം നീക്കിവെക്കുന്നതിൽ തുടർച്ചയായി കേന്ദ്ര സർക്കാർ കുറവ് വരുത്തിക്കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല അനിൽകുമാർ, ഈ 33% സ്ത്രീ സംവരണത്തിന്റെ ഒരു മിനിറ്റ് 33% സ്ത്രീ സംവരണത്തിന്റെ ഒരു ബില്ലുമായി ഇലക്ഷന് തൊട്ടു മുമ്പ് പാർലമെന്റിൽ എത്തിയത് അങ്ങേക്ക് ഓർമ്മയുണ്ടാകും. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല. അല്ല, 33% സംവരണമെന്ന് പറയുന്നത് പാസാക്കിയ തെരഞ്ഞെടുപ്പിനെ മറികടക്കാൻ ഒഴിച്ചാൽ ആത്മാർത്ഥതയില്ലല്ലോ. അതനുസരിച്ചൊരു സ്ഥാനാർത്ഥി നിർണയം BJP നടത്തിയില്ല. മന്ത്രിസഭ തീരുമാനിച്ചപ്പോൾ അതിനോട് പൊരുത്തപ്പെടുന്ന നില സ്വീകരിച്ചില്ല. ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ സ്ത്രീകളെ അങ്ങനെ പരിഗണിക്കുന്ന നില നിർമ്മല സീതാരാമൻ സ്വീകരിച്ചോ? അപ്പോൾ കേന്ദ്ര സർക്കാർ നമ്മുടെ സമൂഹത്തിനകത്ത് വിഭജനമുണ്ടാക്കാൻ, ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ അപരിഷ്കൃതരാണ് എന്ന തരത്തിലുള്ളൊരു ആഖ്യാനം ഉണ്ടാക്കാനാണ് പരിശ്രമിക്കുന്നത്. ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിനകത്തും ഹിന്ദു സമൂഹത്തിനകത്തും മറ്റു സമൂഹങ്ങൾക്കകത്തും സ്ത്രീ സമൂഹം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അതൊരു മതപരമായ പ്രശ്നമല്ല, ആൺപെൺ തുല്യതയുടെ പ്രശ്നം മറ്റൊന്നാണ്. അതിൽ പൊതു സിവിൽ കോഡ് എന്ന് പറയുന്നത് ഒറ്റമൂലി കൊണ്ട് ആൺപെൺ തുല്യത കൈവരിക്കാൻ കഴിയും എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആഖ്യാനം തന്നെ
ആ മതവിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അവരുടെ നീക്കത്തെ ശക്തിപ്പെടുത്താനാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ ആദ്യം വ്യക്തമാക്കേണ്ടതാണ് എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന സിവിൽ കോഡ്. ആ സിവിൽ കോഡ് നടപ്പാക്കുകയാണെങ്കിൽ എന്ത് പുരോഗതിയാണ് ആ സ്ത്രീ സമൂഹത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ അവർക്കുണ്ടാവുക. ഇവിടെ പ്രധാനമന്ത്രി ഒരു പ്രസംഗം നടത്തിയപ്പോൾ പറഞ്ഞതെന്താണ്? താലിമാല പറിക്കും. ആരുടെ താലിമാല പറിക്കും? ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഹിന്ദു സ്ത്രീകളുടെ താലിമാല പറിക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രധാനമന്ത്രിക്ക് ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ ഉന്നമനം ഒരു പ്രശ്നമായിരുന്നോ? ആരുടെ താലിമാല പറിക്കുന്ന കാര്യമാണ് നരേന്ദ്രമോദി പ്രസംഗിച്ചത്? അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വർഗീയ വിഭജനം ഉണ്ടാക്കാനും തങ്ങളുടെ അജണ്ടയെ തള്ളി മുന്നോട്ട് നീക്കാനും ഒരു വഴി. ഇന്നത്തെ സ്വാതന്ത്ര്യദിനത്തിൽ RSSനോടുള്ള കൂറു പ്രഖ്യാപനമാണ്, ഗാന്ധി ഘാതകരോടുള്ള കൂറു പ്രഖ്യാപനമാണ് നരേന്ദ്രമോദി വിദ്വേഷ അജണ്ട പുറത്തെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അധിക നാൾ ഓടാൻ പോകുന്നില്ല. ഈ വാചകമടിക്കല്ലാതെ ഇന്നിപ്പോൾ പറഞ്ഞല്ലോ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷമില്ലാത്ത, ലോകസഭയിൽ 3/2 ഭൂരിപക്ഷമില്ലാത്തൊരു മുന്നണിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഇതൊന്നും ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് നാട്ടുകാർ പറയും തരത്തിലേക്ക് നരേന്ദ്രമോദി പല്ലുകൊഴിഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ്. അധികകാലം ഇത് ഈ വണ്ടി മുന്നോട്ട് പോകത്തില്ല. മിഥുനും അനിൽകുമാറും ചേരുന്നു. മിഥുൻ, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 140 കോടി ജനസംഖ്യയാണ്. 28 സംസ്ഥാനങ്ങളുള്ള ഒരു രാജ്യമാണ്. ഇത്രയും വൈവിധ്യമുള്ള അമേരിക്കയിലെ ആകെ ജനസംഖ്യ 30 കോടിയാണ്. ഇന്ത്യയേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യത്ത് ആ വൈവിധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോവുകയോ അങ്ങനെ പോകുന്ന സമയത്ത് അതിനെല്ലാം ഞങ്ങൾ ഏകീകരിച്ച് ഞങ്ങൾ ആകെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കുക എന്നല്ല, സംശയത്തോടു കൂടി നോക്കുകയാണ് ഈ ജനസമൂഹം മുഴുവൻ. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചു, അല്ലെങ്കിൽ നിങ്ങൾ വോട്ടിനെ ലക്ഷ്യം വെച്ച് ഈ സമുദായങ്ങളിൽ സ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു സാഹചര്യമാണ്. മിഥുൻ, നോക്കൂ, ഇവിടെ നിങ്ങൾ ഡൈവേഴ്സിറ്റി എന്നൊരു കോൺസെപ്റ്റിനെ എംഫസൈസ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡൈവേഴ്സിറ്റിക്ക് അകത്ത് തന്നെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ചില പ്രാക്ടീസസ് അത് പേഴ്സണൽ ലോയിൽ ഒഴിവാക്കാനാണ് UCC എന്നൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇത് വിവാഹമോചനം, ഇൻഹെറിറ്റൻസ്, ഇതൊക്കെ ബന്ധപ്പെട്ട നിയമങ്ങളിലാണ് ഇത് കൂടുതലും ആപ്ലിക്കബിൾ ആവാൻ പോകുന്നത്. ഇപ്പം ഡിവോഴ്സിൽ ഇപ്പം ട്രിപ്പിൾ തലാക്ക് പോലുള്ള നിയമങ്ങൾ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു പ്രോഗ്രസീവ് സമൂഹത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഒഴിവാക്കിയതും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ റീഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് നിങ്ങൾ സംസാരിക്കുന്നത്. കാരണം മതപരമായിട്ടുള്ള ചില ഡിസ്ക്രിമിനേറ്ററി ആണെങ്കിൽ പോലും അത് ആ മതത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അത് അവർക്ക് അങ്ങനെ അത്ര ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ ഈ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നടപ്പാക്കപ്പെടണം എന്നതാണ് ഈ പറഞ്ഞ പോലെ ഈ UCCക്കെതിരെ വാദിക്കുന്നവർ പറയുന്നതിന്റെ ഒരു ഉള്ളടക്കം. ഇപ്പോൾ ഇൻഹെറിറ്റൻസിന്റെ കാര്യമാണെങ്കിൽ അതിൽ ടെസ്റ്റമെന്ററി ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ റൈറ്റ് ആയിട്ടാണ് UCC കാണുന്നത്. കാരണം എൻ്റെ സ്വത്ത് ഞാൻ ആർക്ക് കൊടുക്കണം എന്നത് എൻ്റെ അവകാശമാണ്. എൻ്റെ ഹാർഡ് ഏൺഡ് മണിയാണ്. ഞാൻ അത്രയും കാലം ജോലി ചെയ്ത് സമ്പാദിച്ച് എന്നിട്ട് വാങ്ങിയ പ്രോപ്പർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇൻഹെറിറ്റ് ചെയ്ത പ്രോപ്പർട്ടി ആയിരിക്കും. അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് എൻ്റെ അവകാശമാണ്. അല്ലാതെ അതിൻ്റെ ഒരു 1/3 കൈകാര്യം ചെയ്യാനുള്ള അവകാശം എനിക്കും അതിൻ്റെ 2/3 കൈകാര്യം ചെയ്യാനുള്ള അവകാശം മറ്റ് മതം പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള ഹയേഴ്സിനും മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു കോമൺ സെൻസ് ഇല്ലല്ലോ. അപ്പം ലോക്ക് ഒരു കോമൺ സെൻസ് എന്ന ഒരു പെർസ്പെക്റ്റീവിലാണ് നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. ഓരോ കാലഘട്ടത്തിലെയും ഏറ്റവും മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും എല്ലാവർക്കും ഒരു സമത്വം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു യൂണിഫോം കോഡ് അല്ലെങ്കിൽ ഒരു യൂണിഫോം സിവിൽ ലോ എന്ന രീതിയിലേക്കൊക്കെ ചിന്തിക്കുന്നത് തന്നെ. പിന്നെ ഇവിടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരുണ്ടോ എന്ന ചോദ്യമൊക്കെ ഇവിടെ ഉയർന്നു വന്നു. അപ്പം ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ക്യാബിനറ്റിൽ മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്നു കേട്ടോ, MJ അക്ബറിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇല്ല എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായി അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അത് മീൻസ് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾ എപ്പോഴും ഒരു ഇക്വേറ്റ് ചെയ്യുന്നത് മുസ്ലിം വിഭാഗത്തിന് ഒരു അമിതമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇവിടെ അത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള പാർട്ടിയാണല്ലോ CPIM. എന്തുകൊണ്ടാണ് ഇവിടെ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ലാംഗ്വേജ് മൈനോറിറ്റീസ് ആയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ക്യാബിനറ്റിൽ ഇല്ലാത്തത്? നിങ്ങൾ അത്രയും പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ആളുകളല്ലേ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എപ്പോഴും ഒരു മതത്തിന്റെ പെർവ്യൂവിൽ നിന്നുകൊണ്ട് മാത്രം ഈ മൈനോറിറ്റീസിനെ കാണേണ്ട ആവശ്യം വരുന്നത്? മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ മതം എന്നാണോ?
അപ്പം മൈനോറിറ്റിൻ്റെ ഡെഫിനിഷൻ തന്നെ നിങ്ങൾ മാറ്റിമറിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ എന്താ പറയുക, ഒരു അവെയർ ആയിട്ടുള്ള ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പം നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് ഈ ചില ട്രൈബൽ സൊസൈറ്റീസ് അവർ അവെയർ അല്ല എന്നുള്ളത്. നിയമത്തിൻ്റെ അജ്ഞത എനിക്ക് ഒരു എക്സ്ക്യൂസ് അല്ല ആക്ച്വലി, അതാണല്ലോ നിയമം തന്നെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകളെ കൂടുതൽ അവെയർ ആക്കാനും ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അവയർനെസ് കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക എന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അവെയർ അല്ല, അതുകൊണ്ട് നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊരു ലോജിക്കാണോ? അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരേണ്ടതുണ്ടോ? ചില ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്നല്ല, യൂണിഫോം സിവിൽ കോഡ് എന്നതല്ല ഞാൻ പറഞ്ഞു. ഇപ്പൊ നേരത്തെ എടുത്ത ഉദാഹരണം തന്നെ പറയാം. 16 വയസ്സിൽ വിവാഹം ചെയ്യുന്ന ഒരാൾക്ക്, ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, 16 വയസ്സിൽ വിവാഹം ചെയ്യുന്നത് ഒരു തെറ്റാണ് എന്നത് അയാൾക്ക് അറിയില്ല എന്നതുകൊണ്ട് അതൊരു എക്സ്ക്യൂസ് അല്ല നിയമത്തിന്റെ മുന്നിൽ. അപ്പം ആ കാര്യം എങ്ങനെ അയാൾ അവെയർ ആകുന്നു എന്നതല്ല ഇവിടെ ചോദ്യം. ലൈക്ക് ഒരു രാജ്യത്തൊരു നിയമം നടപ്പാക്കുകയാണെങ്കിൽ, രാജ്യത്തൊരു നിയമം ഉണ്ടെങ്കിൽ അത് എല്ലാ സിറ്റിസൺസിനും ഈക്വലി ആപ്ലിക്കബിൾ ആണ്. അതിൽ ഈ പറയുന്ന പോലെ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇത്രയും ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള പ്രാക്ടീസസിനെ ന്യായീകരിക്കാൻ പറ്റില്ല. ഞാനിവിടെ പറയുന്നത് ഒരു കാര്യം, ഇതിൽ എന്താ പറയുക, ചില എക്സ്ക്ലൂഷൻസ് ഉണ്ടാവാം, ചില എന്താ പറയുക, ചില കാര്യങ്ങളൊക്കെ വന്നേക്കാം അങ്ങനെ. പക്ഷെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് തോന്നുന്നത്, നമുക്ക് പ്രഥമ ദൃഷ്ടിയ ഭയങ്കര ഡിസ്ക്രിമിനേറ്ററി ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാറ്റപ്പെടണം. അതൊരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള, തീർച്ചയായും അതിന്റെ അകത്ത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കാലഹരണപ്പെട്ട നിയമങ്ങൾ, കാലഹരണപ്പെട്ട ആചാരങ്ങൾ, കാലഹരണപ്പെട്ട രീതികളൊക്കെ മാറണം. അതിൻ്റെ അകത്തൊന്നും ആർക്കും ഒരു സംശയവുമില്ല, അതിൻ്റെ അകത്തൊന്നും ആർക്കും തർക്കവുമില്ല. അത് മാറ്റണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് ഉള്ളത്. പക്ഷെ ഞാൻ താങ്കളോട് ചോദിച്ച നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അതായത് ഇപ്പൊ താങ്കൾ പറഞ്ഞു ഒറ്റ കാര്യം, വിവാഹത്തെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞു ഈ നിയമങ്ങളൊക്കെ ബാധകമാകാൻ പോകുന്ന ഒരു മേഖലയാണല്ലോ വിവാഹം. അതിലിപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ബ്ലഡ് റിലേഷൻ തമ്മിലുള്ള മാരേജ് അത് പെർമിസിബിൾ ആണ്. അതേസമയം ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റികളിൽ അത് അനുവദനീയമല്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ശ്രീ അനിൽകുമാർ അതിൻ്റെ കൂടി മറുപടി പറഞ്ഞുകൊണ്ട് താങ്കൾക്ക്. അല്ല, മാറ്റം വരേണ്ട ഏരിയാസ് അല്ല, ആരോടാണ്? അനിൽകുമാറിനോട് തന്നെ. ആരോടാണ് ചോദ്യം? എന്നോടാണോ? യെസ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഏതാണ്ടൊരു മതപരവുമായി ബന്ധപ്പെട്ട് ഒരു സമീപനം ഇടതുപക്ഷം സ്വീകരിക്കുന്നതായിട്ടൊരു തെറ്റായ ആഖ്യാനം വന്നു. ഞാൻ കൃത്യമായിട്ട് പറയാം, 1986 രാജീവ് ഗാന്ധി കൊണ്ടുവന്ന മുസ്ലിം സ്ത്രീ അവകാശ സംരക്ഷണ നിയമം എന്നത് ഏറ്റവും തെറ്റായ ഒരു അനീതിയാണ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് CPM. ഞങ്ങളതിൽ ഒന്നും ഒരിക്കലും അറച്ചു നിന്നില്ല. അത് മതമൗലികവാദികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് സ്വീകരിച്ച തെറ്റായ നിലപാടാണ് എന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പം അതിന് മറുപുറമായിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഇവിടുത്തെ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ ചോദിക്കുന്നത്, യൂണിഫോമിറ്റി എന്ന് പറയുന്നത് മതത്തിൽ മാത്രം മതിയോ, വ്യക്തി നിയമത്തിൽ മാത്രം മതിയോ, മറ്റു മേഖലകളിൽ യൂണിഫോമിറ്റി വേണ്ടേ? ആ യൂണിഫോമിറ്റി എന്നുള്ളത് ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ്, BJPയുടെ ഗവൺമെൻറ് ഒരിക്കലും മറ്റു മേഖലകളിൽ കണക്കിലെടുക്കാതെ നിങ്ങളൊരു തൊപ്പി ഉണ്ടാക്കുകയാണ്. ആ തൊപ്പി എന്ന് പറയുന്നത് ഹിന്ദു കോഡാണ്. 2 ചരിത്ര സന്ദർഭങ്ങൾ പറയാം. ഒന്ന്, ബ്രിട്ടീഷുകാർ സതി നിരോധിച്ചപ്പോൾ സതി നിരോധിച്ചതിനെതിരായി വാദിച്ച ഒരു സംഘം ഇവിടെയുണ്ട്. ഞാൻ ഒരു പുസ്തകത്തിൻ്റെ പേര് പറയാമല്ലോ. ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സവർക്കർ എഴുതിയൊരു പുസ്തകത്തിനകത്ത് 6 സുവർണാധ്യായങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൊരു ഭാഗം പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാർ സതി നിരോധിക്കുന്ന അടക്കമുള്ള ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ അത് ഇന്ത്യ രാജ്യത്തെ ഹിന്ദുക്കളുടെ ആചാരങ്ങൾക്കെതിരാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ പ്ലേഗ് കമ്മീഷണർ പ്ലേഗ് പടരുന്ന സന്ദർഭത്തിൽ ആളുകൾ തമ്മിലുള്ള സമ്പർക്കവുമായി ബന്ധപ്പെട്ട ഏത് വീട്ടിനകത്തും കയറി പരിശോധിക്കാൻ കഴിയും എന്ന ഒരു നടപടി സ്വീകരിച്ചതിനെതിരായിട്ട് എന്തായിരുന്നു ഇന്ത്യ രാജ്യത്തെ ഹിന്ദുത്വവാദികളെന്ന് വിളിക്കപ്പെടുന്ന സവർക്കറുടെ സംഘം അന്ന് ഉയർത്തിയ കലാപം? ഏത് പ്ലേഗ് തടയാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ചപ്പോൾ അതിനെതിരായിട്ട് പ്ലേഗ് കമ്മീഷണറെ കൊന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരാണ് ഈ തുല്യതയ്ക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പുരോഗതിക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പുരോഗമനത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ ജാർഖണ്ഡിൽ നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിനകത്ത് ആദിവാസികളെ ഒഴിവാക്കുന്നു, ക്രൈസ്തവരെ ഒഴിവാക്കുന്നു. ഗോവയിൽ തന്നെ വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ ഇപ്പം തന്നെ കോമൺ സിവിൽ കോഡ് ഇല്ലല്ലോ. എന്നിട്ട് അതെങ്ങനെ കോമൺ ആകുമെന്ന ചോദ്യത്തിന് നാളിതുവരെ മറുപടിയില്ല. അപ്പോൾ അവിടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മതപരമായ വിഭജനമാണ്, പുരോഗമനമല്ല. പുരോഗമനം ഉണ്ടാകണം എന്ത് വേണം?
ഇപ്പോൾ ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ പറഞ്ഞല്ലോ പുരോഗതി വേണം, ശരിയാണ്. അങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ പുരോഗതി വേണ്ടേ? ആധുനിക ശാസ്ത്രത്തോടൊപ്പമാണോ ഈ ഗവൺമെൻറ് നിൽക്കുന്നത്? ആധുനിക ശാസ്ത്രത്തെ ശക്തിപ്പെടുത്താനും ഗവേഷണത്തെ ശക്തിപ്പെടുത്താനുമാണോ മോദി നിൽക്കുന്നത്? മനുസ്മൃതിയെ ശക്തിപ്പെടുത്താനും അതിൽ ഗവേഷണം നടത്താനുമാണ് മോദിയുടെ പരിപാടി. മനുസ്മൃതിയെ പാടിപ്പുകഴ്ത്തുകയും മറുഭാഗത്ത് കോമൺ സിവിൽ കോഡ് എന്ന് പറഞ്ഞ ഏതോ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ഇരട്ടത്താപ്പ് ഈ നാട്ടിൽ തുറന്നു കാട്ടപ്പെടും. അതിന് ഉള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല. തീർച്ചയായും അനിൽകുമാർ, മിഥുൻ, ഒപ്പം തന്നെ KJ ജേക്കബ് ഏതോ വലിയ പുരോഗമനം നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള വലിയ പരിശ്രമം BJPയും നരേന്ദ്രമോദിയും നടത്തുന്നുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു ഇവിടെ. നമസ്കാരം.